നമ്മളിപ്പോൾ എന്ത് കാണാൻ പോണത്? റബ്ബറിൽ പ്ലാസ്റ്റിക് ഇടുന്നത്. അതെ, മാങ്ങ പറിക്കാനോ? മുകളിലേക്ക് നടക്ക്. വെറുതെ ഇത് വെച്ച് കാണിച്ചു കൊടുക്കാൻ. ബൈക്ക് കൊണ്ട് പോയാൽ മതി, സിമ്പിളായി അവിടേക്ക്. ബൈക്ക് കൊണ്ട് പോയാൽ മതിയാ? ഓടണ്ട ഓടണ്ട. മെല്ലെ 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 പോട്ടാ. നമ്മളിപ്പോ എന്ത് കാണാൻ പോണത്? റബ്ബറിൽ പ്ലാസ്റ്റിക് ഇടുന്നത്. അതെ, മാങ്ങ പറിക്കാനോ? മാങ്ങ പറിക്കാം. നമ്മള് മാങ്ങയൊന്നുമില്ല. ഈ ചേട്ടന്മാരെ കാണാൻ വന്നല്ലേ നമ്മള്. റബ്ബർമേ ഇതെങ്ങനെയാ ഇടണേന്ന് കാണാൻ. ഇല്ല, 2,600. ആണോ സുഹൃത്തുക്കളെ? അപ്പം നമ്മൾ ഈ കാണുന്നതാണ് റബ്ബറിൽ പ്ലാസ്റ്റിക് ഇടുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യാൻ നേരത്ത് ഇതിൽ കൂടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോൻ്റെ പേരെന്താണ്? പേര് പറഞ്ഞു കൊടുക്ക്. ബേസിൽ. സുഹൃത്തുക്കളെ, അതേപോലെ ഒരു റബ്ബറുമേ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഇടണമെങ്കിൽ 14 രൂപയാണ് കൊടുക്കേണ്ടത്. 14 രൂപയും കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കുകയും വേണം. എന്നാലാണ് ഇവർ ചെയ്യുകയുള്ളൂ. അമ്മ പറഞ്ഞ എന്തെന്ന്? അതെയാ? ഇപ്പൊ കയ്യില് മുട്ടിച്ചാ? നീ കയ്യില് മുട്ടിച്ചത് ടാറിന് മുട്ടിയാ? ഇല്ല. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലുണ്ടല്ലോ, നിങ്ങൾ കണ്ടതെല്ലാം 360 ഡിഗ്രിയിൽ എടുത്ത വീഡിയോസാണ്. അപ്പോൾ അത് എങ്ങനെ എടുത്തതെന്ന് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നോക്കിയാൽ. ഞാൻ ആദ്യം വിചാരിച്ച് 360 വീഡിയോയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കുന്നത്. പക്ഷേ 2-3 ദിവസം ഇരുന്നപ്പോഴത്തേക്കും ഞാനിതെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് 360 വീഡിയോ എടുത്തിട്ട് അത് ആപ്പ് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുള്ളൊരു പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ പ്രാവശ്യം ഏകദേശം 135 മരത്തിനടുത്ത് നമുക്ക് റബ്ബർ വെട്ടാനുണ്ട് മൊത്തത്തിൽ. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും 10 മരം കൂടുതലാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. എന്നാലും മിക്ക മരവും ഇപ്പോൾ ഉണങ്ങി പോയിട്ടുണ്ട്. ഇങ്ങോട്ട് അവിടെ എന്താ ഉള്ളത്? അവിടെ ഒന്നും മാങ്ങ മരമില്ല. അവിടെ മാങ്ങ മരം ഉണ്ടെന്ന് പറയണേ. മാങ്ങയോ? ആ, കുടിക്കാൻ പറ്റും. മാ തിളപ്പിച്ച വെള്ളം വേണോ? തിളപ്പിച്ച വെള്ളം മാ. ആ, വെള്ളം കൊടുക്കുമാ.
അതിലെന്തോ അല്ലും ഏ അല്ലൊന്നും വെള്ളം വേണോ? അമ്മ അമ്മയാ? നട്ട ബാക്കിയെല്ലാം മനസ്സിലായി. ലാസ്റ്റ് ഇവൻ എന്താ പറഞ്ഞതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.